എവ്രിവൺ, അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കുവൈറ്റിലേക്ക് ഈ മാസങ്ങളിൽ വരുന്ന ആളുകൾക്ക് നല്ല ചുട്ടുപൊള്ളുന്ന ചൂടിൻ്റെ ഒരു അവസ്ഥയിലേക്കാണ് അവർ വരുന്നത്. നാട്ടിൽ നമ്മൾക്ക് എത്ര ചൂടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു ചൂടിനെക്കുറിച്ച് അവർക്കൊരു ഐഡിയ ഉണ്ടാകാൻ സാധ്യതയില്ല. ഏകദേശം 45 ഡിഗ്രിയാണ്. പക്ഷേ നാട്ടിലെ ചൂടും ഇവിടുത്തെ ചൂടും നമ്മൾ വളരെ വ്യത്യാസമുണ്ട്. നാട്ടിൽ നമുക്കറിയാം എല്ലാ വീടുകളിലൊന്നും എ സി ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും വിയർക്കൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ശരിക്കും ഡ്രൈ ഹീറ്റാണ്. നമുക്കൊരു 45 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര ചൂടാണ്. പുറത്ത് ഔട്ട്ഡോറിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതിനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് ടൈമിങ്ങിലൊക്കെ. നേഴ്സസിന് അത്രയും നമുക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനൊന്നും ഇപ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആവശ്യമില്ല. എങ്കിലും നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന ഈ സമയത്ത് വളരെ കുറവാണ്. പക്ഷേ നമ്മൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഈ നട്ടുച്ച സമയത്ത് പോലും റോഡിൽ കൂടെ നടക്കുന്നത് കാണാം. ദൈവം അവരെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ, സൺബേൺസ് ഒന്നും വരാതെ. കഴിഞ്ഞ വർഷം ഈ മെയ് ജൂൺ ആ ഒരു സമയത്താണ് ഇവിടെ ഒരു വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും അനേകം നമ്മളുടെ പ്രിയപ്പെട്ട മലയാളികളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. ഈ വർഷവും ഗവൺമെൻറ് ഒരുപാട് അതിനെക്കുറിച്ച് അവയർനെസ്സും പബ്ലിക് അവയർനെസ് എല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാം കെയർഫുള്ളായിരിക്കുക. ചൂട് നല്ലതായിട്ടുണ്ട്. എന്തായാലും 6 മന്ത്സ് ചൂടും 6 മന്ത്സ് തണുപ്പും എന്നുള്ള രീതിയിലാണ്. തണുപ്പെന്ന് പറയുന്നത് അത്ര എക്സ്ട്രീം ആയിട്ടില്ല. പക്ഷേ എങ്കിലും നല്ലൊരു ക്ലൈമറ്റാണ് ആ സമയത്ത് കുവൈറ്റിൽ. ഈ ചൂട് ശരിക്കും ഏകദേശം ഒരു ഒക്ടോബർ വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും വരുന്ന ആളുകൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കാരണം ഞാനൊക്കെ വന്നപ്പോൾ എനിക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഒരു ചൂടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏത് എക്സ്ട്രീമിൽ പോകും എന്നുള്ളതിനെക്കുറിച്ച്. ഇനി കഴിഞ്ഞ വീഡിയോയുടെ താഴെ ചോദിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. അപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചിരിക്കുന്ന ഒരാൾ എക്സ്റേയുടെ കാര്യമാണ്. അതായത് നമ്മുടെ നാട്ടിൽ മെഡിക്കൽ ചെയ്യുമ്പോൾ എക്സ്റേ ഫെയിലായിപ്പോയി ആൾ 3 പ്രാവശ്യം. കുവൈറ്റിൽ എക്സ്റേ സ്ട്രിക്റ്റ് ആണോ? എങ്ങനെയെങ്കിലും നമ്മൾ പാസ്സായതിനു ശേഷം കുവൈറ്റിൽ വന്നാൽ ഫെയിലാക്കുമോ? തീർച്ചയായിട്ടും എക്സ്റേയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇവിടെ ഫിറ്റ് ആവുകയില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എങ്ങനെയെങ്കിലും പാസ്സായി ഇവിടെ വരാതിരിക്കുക, അത് തന്നെയാണ് ബുദ്ധി. കാരണം നാട്ടിലത്തെ ഒരു എക്സ്റേയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇവിടെ അത് ആ പ്രോബ്ലം തന്നെ ജെന്യുവനായിട്ടുള്ളൊരു പ്രോബ്ലം. ചില പ്രോബ്ലംസ് അവർ പല സെൻറ്ററിലും ഓക്കെ ആണെങ്കിൽ ചില സെൻറ്ററിൽ ഓക്കെ അല്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തായാലും ജെന്യുവനായിട്ടുള്ളൊരു പ്രോബ്ലം ആണ് എങ്കിൽ നിങ്ങൾ വരാതിരിക്കുകയാണ് നല്ലത് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയൻ. മൽ പ്രാക്ടീസ് ഒന്നും ചെയ്യാണ്ടിരിക്കുക. കാരണം അത് മുന്നോട്ടൊരു പക്ഷേ നമ്മൾക്ക് പ്രോബ്ലം ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ചോദിച്ചിരുന്നത് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനായിട്ട് അവർ പറഞ്ഞിരുന്നു. പക്ഷേ അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി വിളിക്കുമോ എന്നുള്ളത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്ലോ ആണ്. ആ ബൾക്കായിട്ടുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ്സ് എല്ലാം വളരെ കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും അവരൊരു റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണോ വിളിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. നമ്മൾക്ക് അങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, ഇൻഡിവിജ്വലി ഒരാളുടെ കാര്യം പോയി മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ചോദിക്കുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല. വെയിറ്റ് ചെയ്യുക എന്ന് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരാൾക്ക് മെയിൽ വന്നു, ഡിലേ ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്, ഇനി ചാൻസ് ഉണ്ടോയെന്ന്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ചാൻസ് വളരെ കുറവാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ. കാരണം ഒരു സമയത്ത് വളരെ ആക്റ്റീവായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വളരെ സ്ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു ചാൻസ് കിട്ടുമോ എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ അത് മാത്രമല്ല, നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും ഒരു തടസ്സമോ ബ്ലോക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വിചാരിക്കാൻ നമ്മൾക്കുള്ളതായിരുന്നില്ല. നമ്മളുടെ മാക്സിമം ട്രൈ ചെയ്യുക. പക്ഷേ എങ്കിലും നമ്മൾ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾക്ക് വിധിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. അത്രയും ആശ്വസിക്കുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ടൈം എക്സ്പയറി ആയി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ വെബ്സൈറ്റിൻ്റെ പ്രോബ്ലം ആണോ അതോ എന്താണെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ ഇനി ആ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു മീനിങ്. ആർക്കും അങ്ങനെ ഒരു മെയിൽ വന്നതായിട്ട് എനിക്കറിയത്തില്ല. പക്ഷേ ഇനിയിപ്പം ആ എക്സ്പയറി ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും അവർ റീ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനി കുവൈറ്റ് MOH ആക്റ്റീവായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന സമയത്ത് വീണ്ടും നിങ്ങൾക്ക് ഒരു പക്ഷേ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണൊരു വാസ്തവം. പിന്നെ KCCയിൽ കുറേ നഴ്സസ് വന്നിട്ടുണ്ട്. അവരെന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്നെ അവിടെ വന്നാൽ കാണാൻ പറ്റും. എന്തായാലും KCCയിൽ ഒരുപാട് സ്റ്റാഫ് റെസിഗ്നേഷനെ കൊടുത്ത് പോയിരുന്നു. അതുകൊണ്ട് സ്റ്റാഫ് ഷോർട്ടേജ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർ KCCയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സമയം. KCC എന്ന് പറഞ്ഞാൽ ക്യാൻസർ കെയർ സെൻ്ററാണ്. അവിടെ ക്യാൻസർ പേഷ്യൻസാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡെഡിക്കേഷനും അതുപോലെ തന്നെ മൈൻഡ് സെറ്റൊക്കെ ഒരു മാറ്റി വേറെ രീതിയിലുള്ള ഒരു കമ്പാഷനോടൊക്കെ കൂടി ജോലി ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് KCC. അപ്പോൾ ആ ഒരു ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.
പിന്നെ PCCയുടെ കാര്യം ചോദിച്ചിട്ടുണ്ട് ഒരാൾ. PCC വിസ വരുന്നതിന് മുമ്പ് എടുത്തു പോയി അറ്റസ്റ്റൊക്കെ ചെയ്തു. പക്ഷേ വിസ വന്നിട്ടില്ല. 3 മന്ത്സ് കഴിഞ്ഞ് എക്സ്പയറുമായി. ഇനി എന്ത് ചെയ്യണം? അപ്പം സാധാരണ വിസ വന്നതിന് ശേഷം PCC എടുക്കുന്നതാണ് എപ്പോഴും സേഫ്. കാരണം നമുക്കൊരു അറ്റസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനിയും PCC എടുക്കണം, ഇനിയും അറ്റസ്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്, അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും കടമ്പകളെല്ലാം കടന്ന് കുറേ പേരിവിടെ എത്തി ഹാപ്പി ആയിട്ടിരിക്കുന്നു. ചില ആളുകൾക്ക് വളരെ ബിസി ആയിട്ടുള്ള വർക്ക് പ്ലേസ് വന്നിട്ടുണ്ട്. അവർക്ക് ഒരുപക്ഷെ അവർ കുറച്ച് നാൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും. പിന്നീട് ഒരുപക്ഷെ അഡ്ജസ്റ്റഡ് ആവുമായിരിക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ പുതിയ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.